ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമ്മുടെ മൊബൈലിൽ നിരന്തരമായിട്ട് ആഡ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആഡ്സിനെ നമ്മൾ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്നവരാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിരന്തരമായിട്ട് ആഡ്സുകൾ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില വെബ്സൈറ്റുകളിൽ കയറിയിട്ട് ചില പെർമിഷൻസ് അലോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നമുക്ക് ആഡ്സുകൾ വരുന്നത്. അതുപോലെ ചില ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും ഇതുപോലെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ആഡ്സുകളെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള ആഡ്സുകൾ റിമൂവ് ചെയ്യാൻ ആദ്യം നമ്മൾ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ആഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇവിടെ ഒരു ഗെറ്റ് ന്യൂ അഡ്വർടൈസിങ് ID എന്ന് കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് കൺഫേം കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ഡിലീറ്റ് അഡ്വർടൈസിങ് എന്ന് കാണാം. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് അഡ്വർടൈസിങ് എന്നുള്ള ID ഒന്ന് കൊടുക്കുക. പിന്നീട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വരാം. മൊബൈൽ ഫോണിലെ ഫസ്റ്റ് ഇൻ്റർഫേസിലോട്ട് വരിക. എന്നിട്ട് ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ മേലെ കാണുന്ന ഒരു 3 ഡോട്ട് ബട്ടൺ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. അതിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. കുക്കീസ്, ലൊക്കേഷൻ, ക്യാമറ, അങ്ങനെയുള്ള ഓപ്ഷൻസുകളൊക്കെ കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ കുക്കീസ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ഓൾ കുക്കീസ് അലോ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് ബ്ലോക്ക് തേർഡ് പാർട്ടി എന്നുള്ള ആ ഒരു രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അത് മാറ്റി അത് ബാക്കിലോട്ട് വരിക. അതിന് ശേഷം ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പോപ്പപ്പ് ആൻഡ് റീഡയറക്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫോണിൽ അത് ഓഫായാണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളെ ഫോണിൽ ജസ്റ്റ് താഴേക്ക് വരുമ്പോൾ അവിടെ ഒരു ആഡ്സ് എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓഫാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് അടിച്ച് വരാം. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനിയും ആഡ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ സെറ്റിങ്സ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ ആപ്പ് മാനേജ്മെൻറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പല ഫോണിലും പല രീതിയിലായിരിക്കും. അതായത് നിങ്ങളുടെ മൊത്തം ആപ്ലിക്കേഷൻ ലിസ്റ്റ് കാണിക്കുന്ന ആ ഒരു സെറ്റിങ്സാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതിൽ ആപ്പ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനും കാണാൻ പറ്റും. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ്റെ നെയിം കാണിക്കാത്തതോ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തതോ ആയ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് നിർബന്ധമായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ആഡ്സ് ഒഴിവായി കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഫോണിൽ വീണ്ടും ആഡ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ എല്ലാം കോപ്പി ചെയ്തതിന് ശേഷം മറ്റു മെമ്മറിയിലേക്കോ സിസ്റ്റത്തിലേക്കോ ആക്കിയതിന് ശേഷം മൊബൈലൊന്ന് റീസ്റ്റോർ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഫോൺ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.